സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ മൂവി നിങ്ങൾ എല്ലാവരും തന്നെ കണ്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓൾറെഡി മൂവിയെ പറ്റി ഒരു സ്പോയിലർ ഫ്രീ റിവ്യൂ ഞാൻ ചെയ്തിരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിലൂടെ സ്പോയിലർ കണ്ടന്റുകളെല്ലാം അടങ്ങി സിനിമ മെയിൻലി കണ്ടവർക്ക് വേണ്ടി മൂവിയുടെ എൻഡിങ്ങും അതുപോലെ തന്നെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളും എല്ലാം തന്നെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഹായ് ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ദി ന്യൂ എപ്പിസോഡ് ഓഫ് കോമിക് മോജോ. ചില കാലങ്ങളിൽ പ്രെഡിക്റ്റബിലിറ്റി ഉണ്ടായിരുന്നെങ്കിൽ തന്നെയും വളരെയധികം ഇമോഷണലി നമ്മളെ കണക്ട് ആക്കിയിട്ടുണ്ടായിരുന്ന സിനിമ തന്നെയായിരുന്നു സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ. എസ്പെഷ്യലി മില്യൻ ബെഡ്സഗർ എന്ന ക്യാരക്ടർ ഇനീഷ്യലി തന്നെ പുള്ളിക്കാരൻ സ്പൈഡർമാനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴേ മനസ്സിലായി പുള്ളിക്കാരൻ തന്നെയായിരിക്കും മെയിൻ വില്ലനായി വരിക എന്ന്. അതുപോലെ തന്നെ ഇന്ത്യയിൽ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു 8 സെക്കൻഡോളം വരുന്ന ഒരു കിസിംഗ് സീൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. MJ ആയിട്ട് സ്വിങ് ചെയ്ത് പോയതിന് ശേഷമുള്ള ആ ഒരു പർട്ടിക്കുലർ സീൻ. ആ ഒരു സീനിൽ അവിടെ MJ അല്ല, മറിച്ച് MJയുടെ ഉള്ളിലൂടെ അത് ചെയ്യുന്നത് സേഡി സിംഗിന്റെ ക്യാരക്ടർ ആണെന്നുള്ള കാര്യം ഓൾറെഡി ആ ഒരു ഫസ്റ്റ് ഷോട്ട് കണ്ടപ്പോഴേ വ്യക്തമായതാണ്. അതുപോലെ തന്നെ ടോക്കിംഗ് അബൌട്ട് സേഡി സിംഗിന്റെ ക്യാരക്ടർ ജീൻ ഗ്രേ ആണെന്ന് ഒഫീഷ്യലി മൂവിയിൽ തന്നെ കൺഫേം ആയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായതാണ് അവസാനം ഈ ഒരു മൂവി അവസാനിക്കാൻ പോകുന്നത് സേഡി സിംഗിന്റെ ഈ ഒരു ക്യാരക്ടറിനെ കൺവിൻസ് ചെയ്തായിരിക്കുമെന്ന്. എന്തായാലും പ്രെഡിക്റ്റബിലിറ്റി ഉണ്ടെങ്കിൽ തന്നെയും ഈ ഒരു പടം ഒരിക്കലും ഒരു മോശം പടമല്ല, മറിച്ച് വൺ ഓഫ് ദ ബെസ്റ്റ് സ്പൈഡർമാൻ മൂവി തന്നെയാണ്. കാരണം മറ്റുള്ള മൂവീസിന്റെ അത്രയും, അതായത് മറ്റുള്ള സ്പൈഡർമാൻ മൂവീസിന്റെ അത്രയും ആക്ഷൻ സീക്വൻസുകൾ ഈ ഒരു മൂവിയിൽ ഇല്ല എങ്കിൽ തന്നെയും ഇമോഷനാണ് ഇവിടെ കൂടുതലായിട്ടുള്ള പ്രാധാന്യം നൽകിയിരിക്കുന്നത്. ട്രെയിലറിൽ കാണിക്കാതിരുന്നിട്ടുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട ക്യാമിയോ ഈ ഒരു മൂവിയിൽ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും, എലേന ബെനവ അഥവാ ബ്ലാക്ക് വിഡോ. ആക്ച്വലി വളരെ ഫൺ ആയിട്ടുണ്ടായിരുന്ന ഒരു ക്യാമിയോ തന്നെയായിരുന്നു പുള്ളിക്കാരത്തി വന്നത്. പീറ്ററിന് വേണ്ട ആവശ്യത്തിലുള്ള ഇൻഫർമേഷൻസ് എല്ലാം കൊടുത്തുകൊണ്ടിരുന്നത് ഈ ഒരു ക്യാരക്ടർ തന്നെയാണ്. ചെറിയ ചെറിയ പ്രശ്നങ്ങളെല്ലാം പീറ്റർ നോക്കുന്ന ടൈമിൽ ഞങ്ങൾ വലിയ വലിയ കാര്യങ്ങളാണ് നോക്കുന്നതെന്നും ഇൻഡയറക്റ്റ് ആയിട്ട് ഇച്ചിരി ഒരു ഹ്യൂമർ സെൻസോടുകൂടി കളിയാക്കുന്ന രീതിയിൽ തന്നെയാണെങ്കിലും പുള്ളിക്കാരത്തി പറയുന്നതൊക്കെ കേൾക്കാനൊക്കെ ആണെങ്കിലും അത്യാവശ്യം രസമുണ്ടായിരുന്നു. ഇനി ബ്രീഫായിട്ട് ഈ ഒരു മൂവിയുടെ സ്റ്റോറി ലൈൻ നോക്കുകയാണെങ്കിൽ, ഈ ലോകത്ത് നിന്ന് തന്റെ ഐഡന്റിറ്റി എല്ലാവരും മറന്നുപോയിട്ട് 4 വർഷമായിട്ടും അവരൊന്നുമായി ഇതുവരെ റീകണക്ട് ചെയ്യാൻ പറ്റാത്ത പീറ്ററിനെയും എന്നാൽ സ്പൈഡർമാൻ എന്ന തന്റെ ആൾട്ടർനേറ്റീവ് ഐഡന്റിറ്റി ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് വില്ലന്മാരെ എതിർത്ത് തോൽപ്പിക്കുന്ന സൂപ്പർ ഹീറോ ആയിട്ടുള്ള മറ്റൊരു വെർഷനെ കാണിച്ചുകൊണ്ടാണ് ഈ ഒരു മൂവി ആരംഭിക്കുന്നത്. ഈ ഒരു ടൈമിൽ തന്നെ DODCയുടെ ഓഫീസ് അറ്റാക്ക് ചെയ്യാൻ വരുന്ന വലിയൊരു ടാങ്കറിനെ സ്പൈഡർമാനും പണിഷറും കൂടി ചേർന്ന് തടയുകയും ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് ഒരു ടെലിപാത്തിക് എബിലിറ്റി ഉള്ള ഒരാളാണെന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നു. ഈ ഒരു ടൈമിൽ തന്നെ സ്പൈഡർമാന്റെ ഉള്ളിലുള്ള അരക്കനൈറ്റ് ജീനിന്റെ കൂടിയ ഇൻഫ്ലുവൻസ് മൂലം തന്റെ ഉള്ളിലുള്ള സെൻസസ് എല്ലാം തന്നെ എക്സ്ട്രീംലി ഹൈ ആവുകയും ഓർഗാനിക് വെബ് വന്ന് ഈ പവേഴ്സ് ഒന്നും അധികമായി തനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ലെവലിലേക്ക് ഉയരുകയും ചെയ്യുന്നതായി കാണിക്കുന്നു. അങ്ങനെ ഇരിക്കുകയാണ് പ്രൊഫസർ ബ്രൂസ് ബാനറിന്റെ ഇൻസ്ട്രക്ഷനോട് കൂടി ഒരു ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള പവർ ഡിപ്രസറിനെ സ്പൈഡർമാൻ കണ്ടുപിടിക്കുന്നതും അത് തന്നിൽ തന്നെ യൂസ് ചെയ്ത് DNA ഓൾട്ടറേഷൻ ഒരുപാട് സംഭവിക്കാതെയായി നോക്കുകയും ചെയ്യുന്നത്. പിന്നീട് ഈ ഒരു ടെലിപാത്തിക് ആയിട്ടുള്ള ക്യാരക്ടർ ജീൻ ഗ്രേ ആണെന്ന് തിരിച്ചറിയുകയും ആ ഒരു റിവീലിന് മുമ്പായി തന്നെ സൻഡയുടെ ക്യാരക്ടറിന്റെ ബോഡിയിൽ തന്റെ ടെലിപാത്തിക് എബിലിറ്റീസ് കൊണ്ട് ഈ ഒരു ക്യാരക്ടർ അറ്റാച്ച് ചെയ്യുകയും ചെയ്യുന്നതായിട്ട് കാണിക്കുന്നതാണ്. ഒടുവിൽ എങ്ങനെയൊക്കെയോ MJയുടെ ക്യാരക്ടറിനെ അതിൽ നിന്നെല്ലാം രക്ഷപ്പെടുത്തി പണിഷർ താമസിക്കുന്നതായിട്ടുള്ള ഒരു സേഫ് ഷിപ്പ് യാർഡിൽ കൊണ്ടുപോയി താമസിപ്പിക്കുകയും ചെയ്യുന്നു. ഒടുവിൽ പണിഷറും സ്പൈഡർമാനും ഒന്നിച്ചേർന്ന് ഈ ഒരു ജീൻ ഗ്രേയുടെ ക്യാരക്ടറിനെ എതിർക്കുവാനായി ഇറങ്ങുന്നതും ഈ ഒരു സമയം തന്നെ പ്രൊഫസർ ഹൾക്കിനെ തന്റെ കൺട്രോളിൽ കൊണ്ടുവന്ന് ആ ഒരു DODCയുടെ ഓഫീസുകളെല്ലാം അടിച്ചു പൊട്ടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ജീൻ ഗ്രേയെ തടയാൻ എത്തുന്ന സ്പൈഡർമാന് പ്രൊഫസർ ഹൾക്കിനെ ജീൻ ഗ്രേയിൽ നിന്ന് രക്ഷിക്കുവാൻ സാധിക്കുമെങ്കിൽ തന്നെയും ആ ഒരു ടൈമിൽ കൺട്രോൾ വിട്ടുപോകുന്ന പ്രൊഫസർ ഹൾക്കിന്റെ ഉള്ളിൽ നിന്നും ദ റിയൽ സാവേജ് ഹൾക്ക് വെളിയിലേക്ക് വരികയാണ്. പിന്നീട് സ്പൈഡർമാൻ വേഴ്സസ് ഹൾക്കാണ് നമ്മൾ കാണുന്നത്. എന്തായാലും ഈ ഒരു ഫൈറ്റിന്റെ എല്ലാം അവസാനം താൻ തനിക്ക് വേണ്ടി കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മിഷന്റെ മറ്റൊരു വേർഷൻ ഉപയോഗിച്ചുകൊണ്ട് ജീൻ ഗ്രേയെ ഡിസേബിൾ ചെയ്യുകയും ജീൻ ഗ്രേയെ അറസ്റ്റ് ചെയ്ത് DODCയുടെ കസ്റ്റഡിയിൽ കൊണ്ടുപോവുകയും ചെയ്യുന്നു. ഈ ഒരു ടൈം തന്നെയാണ് MJ 4 വർഷങ്ങൾക്ക് മുമ്പ് പീറ്റർ എഴുതിയ ആ ഒരു കത്ത് വായിക്കുന്നത്. അങ്ങനെയുള്ള ഓർമ്മകളൊന്നും തനിക്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് ഒരിക്കലും തന്നെ സ്നേഹിക്കുവാൻ സാധിക്കുകയില്ലെന്ന് MJയുടെ ക്യാരക്ടർ ഇവിടെ സ്പൈഡർമാനോട് പറയുകയും ചെയ്യുന്നു. എന്നാൽ ഇവർ തമ്മിലുള്ള കോൺവെർസേഷൻ ഇടയിൽ നിന്ന് തന്നെയാണ് DODC ഇത്രയും നാളും തന്നോട് കള്ളമാണ് പറഞ്ഞതെന്നുള്ള സത്യം സ്പൈഡർമാൻ തിരിച്ചറിയുന്നത്. ചുരുക്കത്തിൽ ഇവിടെ യഥാർത്ഥ വില്ലൻ ജീൻ ഗ്രേ അല്ല, മറിച്ച് DODC തന്നെയാണ്. തന്റെ ചേച്ചിയായിട്ടുള്ള സാറ ജീനെ തട്ടിക്കൊണ്ടുപോയ DODCയുടെ കയ്യിൽ നിന്നും സാറയെ രക്ഷിക്കുവാൻ ശ്രമിക്കുന്ന ജീൻ ഗ്രേയും അതറിയാതെ ജീൻ ഗ്രേയെ തടയാൻ ശ്രമിച്ച സ്പൈഡർമാനും. അതാണ് ഈ ഒരു മൂവിയുടെ രത്ന ചുരുക്കം. ഈ ഒരു ടൈമിൽ തന്നെയാണ് സ്പൈഡർമാൻ ജീൻ ഗ്രേയെ DODCയുടെ കാര്യത്തിൽ രക്ഷിക്കാൻ ശ്രമിക്കുന്നതും എന്നാൽ അതിനു മുമ്പ് തന്നെ സാറ, അതായത് തന്റെ സഹോദരിയായിട്ടുണ്ടായിരുന്ന സാറ മരിച്ചത് ജീൻ ഗ്രേ തിരിച്ചറിയുകയും ചെയ്യുന്നതോടുകൂടി തന്റെ ഫുൾ പവർ അൺലീഷ് ചെയ്ത് തനിക്ക് ചുറ്റുമുള്ള ഒരു പർട്ടിക്കുലർ റേഡിയസിലുള്ള അത്രയും പേരെ തന്റെ മൈൻഡ് കൺട്രോളിൽ കൊണ്ടുവന്ന് സ്റ്റോപ്പ് ആക്കി വെക്കുകയാണ് ജീൻ ഗ്രേ. ഓൾറെഡി സ്പൈഡിയുടെ ക്യാരക്ടർ ഇതിന് ഇമ്മ്യൂൺ ആണ് എന്നതുകൊണ്ട് തന്നെ അവിടെ എത്തിയ സ്പൈഡർമാനെ അറ്റാക്ക് ചെയ്യുവാനായി ജീൻ ഗ്രേയുടെ മൈൻഡിൽ കൺട്രോൾ ആയിട്ടുള്ള ഹാൻഡിയുടെ അസാസിൻസുമായിട്ടുള്ള ഒരു ഫൈറ്റ് സീക്വൻസും അതുപോലെ തന്നെ മെന്റലി ജീൻ ഗ്രേയോടുള്ള കോൺവെർസേഷനോട് കൂടി ഒടുവിൽ ജീൻ ഗ്രേയെ കൺവിൻസ് ചെയ്ത് വയലൻസ് അല്ല തന്റെ വഴി എന്ന് തിരിച്ചറിയുന്നു.
തിരിച്ചറിയിപ്പിക്കുകയും ചെയ്യുന്നതോടുകൂടിയാണ് ജീൻ ഗ്രേയുമായി ബന്ധപ്പെട്ടുള്ള ഈ ഒരു മൂവിയിലെ മെയിൻ സ്റ്റോറി ലൈൻ അവസാനിക്കുന്നത്. അതിനുശേഷം ഒരു ബസ് കയറി ജീൻ ഗ്രേ എങ്ങോട്ടോ പോകുന്നതായിട്ട് കാണിക്കുന്നു. മേ ബി ഇതിന്റെ ഒരു എക്സ്ട്രാ ലീഡ് വരാൻ പോകുന്നത് ആക്ച്വലി ഇതിന് ശേഷമായി ഇറങ്ങാൻ പോകുന്ന മ്യൂട്ടൻസ് ആകെയുള്ള എക്സ്മെൻ മൂവീസിലൂടെ തന്നെയായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു മൂവിയുടെ ഇടയ്ക്ക് വെച്ച് പീറ്റർ എന്നാണ് സ്പൈഡർമാന്റെ റിയൽ ഐഡന്റിറ്റി നെയിം എന്ന് നെഡ് ഇടയ്ക്കൊന്ന് മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മൂവിയുടെ അവസാനം തന്റെ കോൺഫിഡൻസ് എല്ലാം വീണ്ടും എടുത്തുകൊണ്ട് തന്നെ ഞാനാണ് പീറ്റർ പാർക്കർ എന്ന് സ്വയം പരിചയപ്പെടാൻ വരുന്ന പീറ്ററിനെ ആദ്യം ഒരു നോർമൽ ഹാൻഡ് ഷേക്കിലൂടെയും പിന്നീട് പുള്ളി പോലും അറിയാതെ അവരുടെ സീക്രട്ട് ആയിട്ടുള്ള ആ ഒരു മറ്റേ ഹാൻഡ് ഷേക്കിന്റെ മെത്തേഡിനെ മസിൽ മെമ്മറി ആക്സസ് ചെയ്യുന്നതിലൂടെയും കിട്ടുന്നതും ചെയ്യുന്നതായിട്ട് കാണിച്ചുകൊണ്ടാണ് ഈ ഒരു മൂവി ഇപ്പോൾ അവസാനിക്കുന്നതായി കാണിച്ചിരിക്കുന്നത്. ഈ ഒരു എൻഡിങ്ങിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ചുരുക്കത്തിൽ ഇതിന്റെ ഒരു അടുത്ത പാർട്ട് സ്പൈഡർമാൻ ഇറങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും നെഡിനും സ്പൈഡർമാന്റെ ഐഡന്റിറ്റി തിരിച്ചറിയുകയും ചുരുക്കത്തിൽ ഇവർ രണ്ടുപേരും വീണ്ടും പഴയതുപോലെ തന്നെ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആയി മാറുവാനും സാധ്യതകളേറെ. ആക്ച്വലി സ്പൈഡർമാൻ മൂവീസ് പൊതുവെ അവസാനിക്കുന്നതെല്ലാം തന്നെ ഇങ്ങനത്തെ ഒരു ക്ലിഫ് ആങ്കറിലാണ്. ഫസ്റ്റ് പാർട്ടിൽ ആൻമേ സ്പൈഡർമാന്റെ ഐഡന്റിറ്റി തിരിച്ചറിയുന്നതും സെക്കൻഡ് പാർട്ടിൽ ലോകത്തിലുള്ള എല്ലാവരും തന്നെ സ്പൈഡർമാന്റെ ഐഡന്റിറ്റി തിരിച്ചറിയുന്നതും മൂന്നാമത്തെ പാർട്ടിൽ ലോകത്തിലുള്ള എല്ലാവരും തന്റെ ഐഡന്റിറ്റി മറന്നു പോകുന്നതും ഇപ്പോൾ നാലാമത്തെ പാർട്ടിലാണെങ്കിലോ തന്റെ ഫ്രണ്ട് ആയിട്ടുള്ള നെഡ് വീണ്ടും സ്പൈഡർമാന്റെ ഐഡന്റിറ്റി തിരിച്ചറിയുന്ന രീതിയിലുമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി മൂവിയുടെ പോസ്റ്റ് ക്രെഡിറ്റ്സ് നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും നെഡ് തന്നെ സ്പൈഡർമാനെ ട്രാക്ക് ചെയ്യുവാനായി കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്ന സ്പൈഡർമാൻ ട്രാക്കിംഗ് ഡിവൈസിനെ കാണിച്ചുകൊണ്ട് തന്നെയാണ് ആരംഭിക്കുന്നത്. ഇവിടെ സ്പൈഡർമാൻ ഉള്ളത് ക്വീൻസിലാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് തുടങ്ങുന്നത്. ഓഫ് കോഴ്സ് പീറ്റർ പാർക്കറുടെ സ്പൈഡർമാൻ വെർഷൻ വന്നിരിക്കുന്നത് തന്നെ ക്വീൻസിൽ നിന്ന് തന്നെ. പിന്നീട് ന്യൂ സ്പൈഡർമാൻ സൈനിങ് എന്ന് എഴുതി കാണിക്കുന്നു, ലൊക്കേഷൻ അൺനോൺ എന്നിങ്ങനെ കാണിച്ചുകൊണ്ട് ലൊക്കേഷന്റെ മാപ്പ് വീണ്ടും സൂം കുറച്ച് പിന്നെയും ബാക്കിലോട്ട് ആക്കിക്കൊണ്ട് അവസാനം എർത്ത് വരുന്ന അത്രയും സൈസിലേക്ക് മാറ്റിയെടുക്കുകയും പിന്നീട് എർത്തിൽ നിന്നും ഒരുപാട് അകലെ അങ്ങോട്ട് മാറിപ്പോയി ഒരു ഗ്ലിച്ചോടുകൂടി മറ്റൊരു സ്പോട്ടിൽ സ്പൈഡർമാനെ ലൊക്കേറ്റ് ചെയ്യുന്നതായിട്ടും കാണിക്കുന്നു. ഇതുപോലൊരു ഗ്ലിച്ച് തന്നെയാണ് നമുക്ക് പ്രധാനമായിട്ടും സ്പൈഡർമാൻ ഇൻടു ദ സ്പൈഡർവേഴ്സ് മൂവീസിലൂടെ കാണുവാൻ സാധിച്ചിരുന്നത്. ചുരുക്കത്തിൽ മൾട്ടിവേഴ്സ് ലെവലിലുള്ള ഒരു സ്പൈഡർമാൻ വേരിയന്റിന്റെ വരവിനെ തന്നെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഓൾറെഡി ടോബി മഗ്യൂറിയുടെയും ആൻഡ്രൂ ഗാർഫീൽഡിന്റെയും സ്പൈഡർമാൻസ് ഇവിടെ വന്നു എന്നതുകൊണ്ട് തന്നെ ഇനി വരാനിരിക്കുന്ന ഡൂംസ്ഡേക്കും സീക്രട്ട് വാർസിനും ശേഷമായി പുറങ്ങാനിരിക്കുന്ന പുതിയ മാർവൽ യൂണിവേഴ്സിൽ സ്പൈഡർമാനോടൊപ്പം തന്നെ മൈൽസ് മൊറാൽസിന്റെ വെർഷനുള്ള സ്പൈഡർമാനും ഉണ്ടാകുവാനും സാധ്യതകളുണ്ട്. ഇതേ പോസ്റ്റ് ക്രെഡിറ്റ്സിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന മറ്റൊരു കാര്യം എന്നത് ഡയറക്ട്ലി സീക്രട്ട് വാർസ് എന്ന മൂവിയുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതാണ്. അതായത് ഈ ഒരു ട്രാക്കർ പൈ അവസാനിക്കുന്നത് എർത്തിൽ നിന്നല്ല മറിച്ച് മറ്റൊരു വേൾഡിലാണ് എന്നതുകൊണ്ട് തന്നെ അത് ഡൂംസ്ഡേക്ക് ശേഷം വരാതിരിക്കുന്ന ഡോക്ടർ ഡൂം ക്രിയേറ്റ് ചെയ്യുന്ന ബാറ്റിൽ വേൾഡിലായിരിക്കുമോ എന്നുള്ള ഒരു ഡൗട്ടുമാണ് ഇപ്പോൾ ഫാൻസ് സ്പെക്കുലേറ്റ് ചെയ്യുന്നത്. ഈ ഒരു ചാൻസ് നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ സാധിക്കുകയില്ല. കാരണം ഈവൻ കോമിക്സിലാണെങ്കിൽ പോലും സീക്രട്ട് വാർസ് കോമിക് സീരീസുകളിൽ ഡോക്ടർ ഡൂമുമായി ഡയറക്ട്ലി കൺഫ്രണ്ട് ചെയ്തിട്ടുള്ള ചുരുക്കം ചിലരിൽ ഒരാൾ സ്പൈഡർമാൻ തന്നെയാണ്. മാത്രമല്ല നമ്മളെല്ലാവരും തന്നെ പ്രെഡിക്റ്റ് ചെയ്യുന്ന പോലെ വെനം സിംബിയോട്ടിന്റെ ഇൻഫ്ലുവൻസും സ്പൈഡർമാന് ബ്ലാക്ക് സ്യൂട്ട് ലഭിക്കുന്നതും ഇതേ കോമിക് സീരീസിലാണ് എന്നത് എടുത്തു പറയേണ്ടത് തന്നെ. മേ ബി അവയെല്ലാം ഇന്റർലിങ്ക് ചെയ്യുന്ന രീതിയിൽ തന്നെ ആയിരിക്കാം ഈ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ സൂചിപ്പിച്ചിരിക്കുന്നതും. ഇങ്ങനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നതെങ്കിൽ ഇവിടെ ന്യൂ സ്പൈഡർമാൻ എന്നതുകൊണ്ട് മൾട്ടിവേഴ്സിൽ നിന്ന് വരാതിരിക്കുന്ന മറ്റൊരു വേരിയന്റിനെ അല്ല മറിച്ച് സീക്രട്ട് വാർസിന്റെ മൂവിയിൽ സ്പൈഡർമാൻ ലഭിക്കാൻ പോകുന്ന പുതിയ അവതാറിനെ പറ്റി തന്നെയായിരിക്കും ഇൻഡയറക്ട്ലി സൂചിപ്പിച്ചിരിക്കുന്നതെന്നും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും മൂവി അവസാനിക്കുമ്പോൾ സ്പൈഡർമാൻ വിൽ റിട്ടേൺ എന്ന് കാണിച്ചുകൊണ്ട് തന്നെയാണ് മൂവി എൻഡ് ആകുന്നത്. ഇത് റിട്ടേൺ ആവാൻ പോകുന്നത് ഡൂംസ്ഡേയിലാണോ സീക്രട്ട് വാർസിലാണോ എന്ന് ഇതുവരെ കൺഫേം ചെയ്തിട്ടുമില്ല. എന്തായാലും മൂവിയെ പറ്റിയും എൻഡിങ്ങിനെ പറ്റിയും പോസ്റ്റ് ക്രെഡിറ്റ്സിനെ പറ്റിയുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതോടൊപ്പം ഈ ഒരു വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും കൃത്യമായിട്ട് അവയോടൊപ്പം ചേർക്കാവുന്നതാണ്. കോമിക് മോജോയുടെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം, ടെലിഗ്രാം, ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലേക്ക് നിങ്ങൾ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കുകളിലൂടെ നിങ്ങൾക്ക് ജോയിൻ ആകാവുന്നതാണ്. നിങ്ങൾ എൻ്റെ ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ഈ ചാനൽ നിങ്ങൾ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഞാൻ എപ്പോൾ പുതിയ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷനായി വന്നു തരുന്നതായിരിക്കും. താങ്ക് യു ഗൈസ് ആൻഡ് ഐ ആം സൈനിങ് ഔട്ട് ഫ്രം കോമിക് മോജോ.